ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ 24th മോക്കപ്പ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റിന് 10 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2020 നവംബറിൽ ഉദ്ഘാടനം നിർവഹിച്ച ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലെ തടാകമേത്? ആൻസർ സുര്യാദർ തടാകം. ഗോൾഡൻ ഫുഡ് അവാർഡ് 2020 അർഹനായ ഫുട്ബോൾ താരമാരാണ്? ആൻസർ ക്രിസ്ത്യാനോ റൊണാൾഡോ. 2020 ഡിസംബറിൽ നടക്കുന്ന 8ാമത്തെ നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ്? ആൻസർ ഗുവാഹത്തി. PETA ഇന്ത്യയുടെ പേഴ്സൺ ഓഫ് ദി ഇയർ 2020 തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് താരമാരാണ്? ആൻസർ ജോൺ എബ്രഹാം. ചന്ദ്രോപരിതലത്തിൽ പതാക സ്ഥാപിക്കുന്ന 2ാമത്തെ രാജ്യം ഏതാണ്? ആൻസർ ചൈന. 2020 ഡിസംബറിൽ ജാതി അടിസ്ഥാനമാക്കി പേരുകളുള്ള എല്ലാ പ്രദേശങ്ങളുടെയും പേര് മാറുന്നതിനുള്ള നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയ സംസ്ഥാനം ഏതാണ്? ആൻസർ മഹാരാഷ്ട്ര. 2020 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരനാരാണ്? ആൻസർ UA ഖാദർ. 2020 ഡിസംബറിൽ പ്രവാസി ഭാരതീയ ദിവസ് സമ്മാൻ അവാർഡ് ജൂറിയിലേക്ക് നിയമിതനായ മലയാളി വ്യവസായി ആരാണ്? ആൻസർ MA യൂസഫ് അലി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ആൻസർ രമേശ് പൊക്രിയാൽ നിഷാങ്ക്. കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരാണ്? ഡോക്ടർ VS പ്രിയ. 2020 ഡിസംബറിൽ സർക്കാർ ജീവനക്കാർക്ക് ഡ്രസ് കോഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത്? ആൻസർ മഹാരാഷ്ട്ര. 2020 ICC Under-19 മെൻസ് വേൾഡ് കപ്പിൻ്റെ വേദി ഏതാണ്? ആൻസർ വെസ്റ്റ് ഇൻഡീസ്. മലയാറ്റൂർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ 2020 മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ ജോർജ് ഓണക്കൂർ ആണ് കേട്ടോ. 2020 ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാൾ താഴെ പറയുന്നവരിൽ ആരാണ്? KK ശൈലജ, നരേന്ദ്രമോദി, ജഗൻമോഹൻ റെഡ്ഡി, കമല ഹാരിസ്. ആൻസർ കമല ഹാരിസ്. 2021 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ വേദിയാകുന്ന രാജ്യം ഏതാണ്? ആൻസർ ശ്രീലങ്ക. 2020 നേപ്പാളും ചൈനയും സംയുക്തമായി നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ എവറസ്റ്റ് കൊടുമുടിയുടെ പുനർനിർണയിച്ച ഉയരം എത്രയാണ്? ആൻസർ 8848.86 മീറ്ററാണ്. 2020 ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ 2021 ഇന്ത്യയുടെ സ്ഥാനം എത്ര?
ആൻസർ 10. ഇന്ത്യയിൽ ആദ്യമായി mRNA കോവിഡ് വാക്സിൻ വികസിപ്പിച്ച സ്ഥാപനമേത്? ആൻസർ ഗെന്നോവ ബയോഫാർമസ്യൂട്ടിക്കൽസ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഓട്ടോമേറ്റഡ് ബാങ്ക് നോട്ട് പ്രോസസ്സിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ ജയ്പൂർ. 2030 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ഏതാണ്? ആൻസർ ദോഹ. 2020 കേരള സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ രേഷ്മ മറിയം റോയ്. 2020 മികച്ച ഫിഫ പുരുഷ കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ റോബർട്ട് ലെവാൻഡോസ്കി. 2020 ഡിസംബറിൽ BBC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ലൂയിസ് ഹാമിൽട്ടൺ. 2020 ഡിസംബറിൽ അമേരിക്കയുടെ പരമോന്നത സൈനിക ബഹുമതികളിൽ ഒന്നായ ലീജിയൺ ഓഫ് മെറിറ്റ് അവാർഡിന് അർഹനായത് ആരാണ്? ആൻസർ നരേന്ദ്രമോദി. 20,000 കാണികളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ആൻസർ റൂർക്കേല. ISROയുടെ 5ാമത്തെ റീജിയണൽ അക്കാഡമിക് സെൻറ്റർ ഫോർ സ്പേസ് നിലവിൽ വരുന്ന സ്ഥാപനം ഏതാണ്? ആൻസർ IIT വാരണാസി. 2021 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ MR വീരമണി രാജു. ഇന്ത്യയിൽ ഒരു മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ആരാണ്? ആൻസർ ആര്യ രാജേന്ദ്രൻ. ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർലെസ് ട്രെയിൻ ഓപ്പറേഷൻ നിലവിൽ വരുന്ന മെട്രോ ഏതാണ്? ആൻസർ ഡൽഹി മെട്രോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മലയാള സിനിമകൾ മാത്രം റിലീസ് ചെയ്യാനായി 2021 ജനുവരിയിൽ ആരംഭിക്കുന്ന OTT പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ പ്രൈം റീൽസ്. അപ്പോൾ ഇന്നത്തെ മോക്കപ്പ് ടെസ്റ്റ് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ തെറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.